Hello. Hi, my dear friends. Hi. Hello. My dear friends. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ എല്ലാവർക്കും? ഹലോ. ഹായ്. മണി. ഹായ് മണി. ഹായ്. சாப்பிட்டீங்க. ஹாய், குட் ஆஃப்டர்நூன். அப்துல், என்ன ஃபுட்டு சாப்பிட்டீங்க? சாப்பாடு, சாம்பார், ரசம். ശക്തിവേൽ ഹായ്. സത്യപ്പ, ശക്തി, പ്രകാശ് ഹായ്. ഹണി, പുള്ളി കഴിഞ്ഞല്ലോ. കറണ്ട് പോയി, രാവിലെ തൊട്ട് കറണ്ട് പോകുന്നു, എന്താണെന്നറിയില്ല. இருக்கிறாங்க. மணி சாப்பிட்டீங்களா? என்ன சாப்பிட்டீங்க? வேண்டாப்பா, போய் படுத்துங்க. உட்கார வேண்டாம். இல்லை, அப்படியெல்லாம் படிக்க. மிச்சர் எവിടെ? மிச்சர் சாப்பிட்டீங்களா? നാഗരാജ് വണക്കം. വിനായകമൂർത്തി ഹായ്. ഗുരുരാജ് ഹായ്. ശബ്ദം ഉണ്ടാക്കണ്ട. ഹായ് ജനേട്ട ഹായ്. അബ്ദുൽ ഫ്രണ്ട് ഹിന്ദി ബോലോ. നോ, ഹിന്ദി എനിക്ക് അറിയില്ല. ഹിന്ദി വിനായകൻ്റെ ഇവിടെ. അവിടെ പോയി ബെഡ്റൂം പോ. ആടി കൊടുത്തിടുവേ. ഭക്ഷണം കഴിച്ചോ? ജനേട്ടാ എന്താണ് വിശേഷം? കാർത്തിക് രാജ അല്ലേ? വണക്കം ജനന്മോ. അവിടെ പോയി ബെഡ്റൂമിൽ അണ്ണം പോയി പോയി തൂങ്ങ്. ലക്കി ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആർക്കാണ്? എനിക്കാണ് അയച്ചത് ജനേട്ടാ. ജനൻ ബ്രോ സാപ്പിട്ടില്ല. ഹനീഫ് പേട്ട ഹായ്. ഹനീഫേട്ടോ ഹായ്. ഫുഡൊക്കെ കഴിച്ചാ? താങ്ക് യു മണി. ഗുരുരാജ് നൈസ്. രാധേട്ടാ നമസ്കാരം. രാധേട്ടാ നിന്റെ നമ്പർ എന്താ വിളിച്ചാൽ റോങ് ആണല്ലോ. ആർക്കും നമ്പർ കൊടുത്തു ഏട്ടാ? ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടില്ല. ജെമിനി ഹായ്. ഫേക്ക് നമ്പറിൽ വിളിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. മീറ്റ് യു. സോറി. നൈസ് ലുക്ക്.
കാമരാജ് ഹായ്. മുരുകൻ ഹായ്. ഗുരുരാജ് സോറി, ഞാൻ നമ്പറെല്ലാം ആർക്കും കൊടുക്കരുതില്ല. എന്താ സംശയം? അല്ല, സംശയം അതല്ല, എപ്പോഴും മലയാളത്തിലാണല്ലോ അയക്കുക, അതുകൊണ്ട് ഒരു സംശയം. ചൂടുണ്ടോ? മുരുകൻ സൂപ്പർ. ഓക്കെ. ത്യാഗരാജൻ നമസ്കാർ. ഹലോ മണികണ്ഠൻ ഹലോ ഹായ്. പ്രശാന്ത് ഹായ്. ഹായ് മുരുകൻ ഹായ്. ഹലോ യോ അനിത. ഫുഡ് കഴിച്ച് സ്പെഷ്യൽ മീൻ. ആഹാ സൂപ്പർ. മുഹമ്മദ് ഹലോ. രമേശ് രാജ ഹായ്. വിജയൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ശരിക്കും ലൈവിൽ വരാൻ പറ്റുന്നില്ല. എല്ലാം ശരിയായിക്കോളും. അതെല്ലേ അതേട്ടാ. ഫുഡ് കഴിച്ചേട്ടാ. എന്താണ് പിന്നെ? നമസ്കാർ. മുരുകൻ ഹായ്. ശക്തി കുമാർ ഹായ്. സാപ്പിട്ടു മണി. என்ன ഫുഡ് சாப்பிட்டீங்களா? சாப்பாடு சாம்பார் രസം. സാമ്പാർന്ന് വെച്ചാൽ മുരിങ്ങക്കായ് மட்டும் മുരിങ്ങക്കായ് പോട്ട് സാമ്പാർ. പോയി തൂങ്ങുന്ന ഉടമ്പ് ശരിയല്ലല്ലോ. ഇപ്പൊ തൂങ്ങ. കറണ്ട് ചൂടെടുത്തിട്ട് വയ്യ. കറണ്ട് ഉണ്ടെങ്കിലും ഇരിക്കാൻ പറ്റില്ല. ഞാൻ കഴിച്ചു. എന്താ ഈ ചേറ് ഇവിടെ താന്നാണ് പോകുന്നു. മണിയണ്ടേട്ടാ ഹായ്. കുട്ടി സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചു. നമസ്കാരം. ഫുഡൊക്കെ കഴിച്ചു. സുഖമാണ്. സെൽവം സാപ്റ്റാച്ച. ഭാരത് ഹായ്. മുത്തു ഹലോ. സുഖമാണോ? സുഖമായിരിക്കുന്നു. ഫസ്റ്റ് ടൈം ആണോ ലൈവില്? ഓക്കെ വെൽക്കം. ലവ്ലി സ്മൈൽ. താങ്ക് യു. എന്താണ് എൻ്റെ അസുഖം? എൻ്റെ അസുഖം മാറിയോ? കുഴപ്പമില്ല. ഹായ് അനിത. ഫുഡ് കഴിച്ചു. ഹായ് ഡിയർ. ഹൗ ആർ യു? ഫൈൻ. ഓക്കോ. ഇന്ന് ഫുഡ് മോശമായിരുന്നില്ല. ചോറ്, വെള്ളരിക്ക, മുളക്കിട്ടിക്കറി. അതല്ലേ രാധേട്ട സൂപ്പർ. ടൈം വാച്ചിൽ നോക്ക്. രാജ അനിത കഴിച്ചു. ഞാൻ കഴിച്ചു കേട്ടാ. ജനേട്ട ഫുഡൊക്കെ കഴിച്ചു. സൂപ്പർ. ബാലകൃഷ്ണൻ ഹായ്. പറയുന്നു വയലറ്റ് കളർ ഡ്രസ് സൂപ്പർ. താങ്ക് യു മണിയണ്ടേട്ടാ. നല്ല ഓക്കെ. അതേട്ടാ എവിടെയായിരുന്നു? രാജ ഹായ്. സൂപ്പർ കൂൾ. താങ്ക് യു. വണക്കം. കുറച്ച് വെള്ളം കൊടുത്തിട്ട് വേണം മണി. വണക്കം. ഞാൻ ഹായ്. സുഖമാണോ? ഞാനും നിങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു. അതെ അല്ലേ? എവിടെയാണോ ചേട്ടാ? ഞാനിവിടെ കോയമ്പത്തൂരാണ് കേട്ടാ. വെള്ളം പേര് അനിത ഏട്ടാ. അനിൽകുമാർ ഹായ്. പ്രദീപ് കെ ഹായ്. ഹായ് ഡിയർ. ഹൗ ആർ യു? കുമാർ സൂപ്പർ. ഹായ്. ഹെൽത്ത് ഈസ് ഓക്കെ. ഓക്കെ മണി. പിന്നെ വിശേഷം എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖമായിരിക്കുന്നു. അങ്ങനെ പോകുന്നു. കുഴപ്പമില്ലാതെ. എടുത്തിട്ട് വാ. പോയി എടുത്തിട്ട് ഉറപ്പിട്ട് കുടിച്ചോ മണി. നമസ്കാരം. നീ എടുത്തിട്ട് വാ. എന്നെ ടെൻഷൻ ആക്കാതെ. പോയി എടുത്തിട്ട് വാ. അപ്പൊ നീ നോക്കും വേണ്ട. മുഹമ്മദ് ഹായ് ചേച്ചി. ജെറിനിപ്പോൾ കുറച്ച് ബിസിയിലാണ്. അതല്ലേ? വിനീഷ് കുമാർ വണക്കം. വിനീഷ് ബ്രോ. സ്പെഷ്യൽ എന്തായിരുന്നു? ചോറ് കേട്ടാ. സാമ്പാർ. സ്പെഷ്യലൊന്നുമില്ല. നമസ്കാർ.
ബാലകൃഷ്ണൻ, നിത്യ, ഹായ് അനിത, രാധാകൃഷ്ണൻ ഹായ്, ഓക്കെ. നരേന്ദ്രൻ ഞാൻ ഇന്നലെ പാലക്കാട് സ്ഥലത്ത് വന്നു അല്ലേ? അതെ അല്ലേ, ഞാനിവിടെ കോയമ്പത്തൂരാണ് കേട്ടാ. മഹേഷ് ഐ ലവ് യു ബേബി. ഇല്ല ഗണേഷ് ഹായ് മാം. സാട്ടാച്ചാ? ഓ സാട്ടിങ് ഗണേഷ്, നിങ്ങളാണോ? വന്നത് പ്ലാവില, പൊൻതളിൽ, പാൽപ്പായ, സന്തോഷ് ഹായ്. രവി, രമേശ്, രാജൻ ഡൺ, ദിവാകരൻ ഹലോ അനിത സാപ്പിട്ടീங்களா? ഓ സാപ്പിട്ടീங்க. എന്തൊരു ചൂടാണ്. ഇല്ല കാര്യമില്ല, ഫാൻ ഇട്ടിട്ടും കാര്യമൊന്നും ഇല്ല. സ്പെഷ്യലൊക്കെ ഉള്ള കാലം വരും 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 വരും. ചേച്ചി ഫുഡ് കഴിച്ചോ? മുഹമ്മദേട്ടാ കഴിച്ചു കേട്ടോ. വീണ്ടും രാത്രി കാണാം. വർക്കുണ്ട്, ലൈവ് ഉണ്ടാവുമോ? ഉണ്ടാവും കേട്ടാ മണിയേട്ടാ. സമയം സമയമായി ബ്രോ. അതെ, നിങ്ങളാണോ ഉടൻ കണക്റ്റിൽ വന്നത്? ഉടൻ പണത്തിൽ വന്നത് അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല. ഹൗ ആർ യു? ഫൈൻ ഫൈൻ, ഐ ലവ് യു. ഹായ്. മുഹമ്മദ് അടച്ചിരിക്കുന്നു. മഹേഷ് ഐ വാണ്ട് ഡാർലിംഗ് വിത്ത് യു. മുഹമ്മദ് എന്താ മോളെ ചോദിച്ചു കൊണ്ടിരിക്കൂ. മുഹമ്മദേട്ടാ പറയേട്ടാ. ഇവിടെ കഴിച്ചോ? എന്താ ചൂടെടുത്ത് ചാണ്ട് കുടിക്കാൻ പോയി. അപ്പൊ തന്നെ കുളിച്ച് വന്നതൊക്കെ ഇനി ചൂട്. ബ്ലോഗ് വെളിപ്പോട്. കറണ്ട് ഇല്ല അവിടെ. അതെ കറണ്ട് ഇല്ല. അതിനെ പൊട്ടിച്ചെടുക്കും. മോളെ പേരെന്താ? അനിതയാണ് കേട്ടാ. കഴിച്ചോ? മോളെ പേരെന്താണ്? അനിത. മോളെ പുറകിലിടോ. ഫ്രം തരവണം. ഹലോ ഹണി.
நான் இங்கே இருந்துச்சுன்னா லைவ் போட முடியாது, அதனால தான் வெளியில் இருந்தேன். കുറേ ദിവസമായില്ലേ. വീഴും എൻ്റെ കൊഞ്ഞോ. തരാലോ, പിന്നെന്താ അജയനേട്ടാ. താങ്ക് യു. ഹായ് ജയേട്ടാ, നമസ്കാരം. സുഖമല്ലേ? ചൂട് കാറ്റ് വരുന്നു. ഗഫൂരേട്ടാ നമസ്കാരം. ജോഷി ഹായ്. അനിത ഹായ്. ജയേട്ടാ ഹായ്. ജയേട്ടാ வணக்கம். ஜென் கோபி ப்ரோ சாப்பிட்டீங்களா? ആർ യു മാരീഡ്? യെസ്. സതീഷ് ഇല്ല. മെസ്സേജ് കാണുന്നില്ല. മനു അതെ. മരുതരാജ് ഹായ്. ഹലോ, വെരി നൈസ് ഫേസ്. യെസ്റ്റർഡേ സൂപ്പർ. താങ്ക് യു. வணக்கம் கஃபூர் ப்ரோ, சாப்பிட்டீங்களாடா? ഫുഡ് കഴിച്ചു. ഓക്കെ. ജയകുമാർ സാപ്പിട്ടീങ്ക. ചൂട് കാറ്റടിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ബാബു ഹായ്. മണി ചൂട് കാറ്റടിക്കുന്നു. അപ്പോ ഇവിടെ ചൂട് കാറ്റ് വരുന്നേ. വണക്കം. എൻ്റെ മെസ്സേജ് മനസ്സിൽ വായിച്ചു വിട്ടു അല്ലേ? അത് മാത്രം മനസ്സിൽ വായിച്ചു വിട്ടു. അതെ. ഹായ് മോഹൻ. ഐ ലവ് യു. ഗോപാലകൃഷ്ണൻ ഹായ്. ബ്ലോക്ക് ചെയ്യൂ. ആരെ ബ്ലോക്ക് ചെയ്യൂ? ഹായ് രാജ്, നമസ്കാരം. രാജ് എവിടെയായിരുന്നു? ഭയങ്കര ടയേർഡായി. ചൂടേ ഉള്ളൂ. ആരെയാണ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞത്? കഴിച്ചോ? കഴിച്ചു. ഹായ്. തീ പറക്കുന്ന ചൂട്. ഈ ജനലിൽ കൂടെ എവിടെ വെച്ചിരിക്കുന്നില്ല, ജനലിന് മുകളിൽ കൂടെ. മുഖം പൊളിപ്പോകുന്ന തോന്നുന്നത്. എനിക്ക് വയ്യ. ഇല്ല, ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് വയ്യ. എന്താന്ന് അറിയില്ല, വെയിലും ചൂടോട് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ വയ്യ. വാട്ട് യു ഈറ്റ് ഇൻ വെജ് ലഞ്ച് എന്ന് സാപ്പിങ്? സാമ്പാർ. മുരങ്ങായി എന്താ ഇംഗ്ലീഷിൽ പറയാം? മുരങ്ങായി സാമ്പാർ. രാജ്. മണി. ഗഫൂർ ബായ്. എൻ്റെ കുട്ടി ഫുഡ് കഴിച്ചു കേട്ടോ.
ഞാൻ കഴിച്ചു, ഏട്ടാ കഴിച്ചോ? ചൂടെടുത്തിട്ട് വയ്യ ഏട്ടാ, ഇവിടെ ഇവിടെ നിൽക്കാനും ഇരിക്കാനും ഒന്നിനും പറ്റുന്നില്ല. കറണ്ട് വന്നു, പിന്നെയും പോകും. വെറുതെ കറണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, സന്തോഷപ്പെട്ടൊരു കാര്യമില്ല, പിന്നെയും പോകും. സുധാ, വെരി നൈസ് യുവർ വോയിസ്, താങ്ക് യു. അരുൺ കുമാർ ഹായ്. ഇലക്ട്രിക്കൽ മനു ഏട്ടാ, അരുൺ കുമാർ എന്നാ പண்றேன் லைவ் போட்டுருக்கேன். வணக்கம் அனிதா. വണക്കം. ഒരു ഹായ് വരാം. അജിത്തേട്ടാ, അജനേട്ടാ ഹായ്. ഹായ്. யாரை ப்ளாக் பண்ணணும் ப்ரோ? അതെ, എനിക്ക് തെരിയില്ല. ഇന്നലെ ഒരുപാട് ബ്ലോക്ക് ചെയ്തു. 22 പേരൊന്നും ബ്ലോക്ക് ചെയ്തു. വയലറ്റ് ബ്യൂട്ടി പ്രമോദ് കുമാർ കേട്ടാ, താങ്ക് യു. ഓ ജയൻ, താങ്ക് യു. സാക്കിയപ്പൻ ഹായ് ഡിയർ. ഭാസ്കർ ഹായ്, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, മുത്തു ലവ്. ശിവ ഹായ് ഫ്രണ്ട്സ്. ഹായ്. കഴിച്ചോ കുമാരേട്ടാ. പ്രദീപൻ மணி நான் இனிமேல் தான் சாப்பிடணும் அப்படிங்களா? ഷിജു ഹായ്. എന്നതാ ചോദ്യം, എന്താണ് ഇത്ര നേരം കഴിക്കാത്തത്? അപ്പോൾ ടൈം ഈസ് ഓവർ. ഹായ് ഡിയർ ചെല്ലോ. മുത്തുകുമാർ ഓക്കെ. കാലം ഹായ് ജയേട്ടാ. ഹായ് മണി. ബ്രോ ഹായ്. ജെറിൻ റസൂൽ ബായ്, എല്ലാവർക്കും വണക്കം. വണക്കമാ പ്രതീഷ്. ഭക്ഷണം കഴിച്ചു കേട്ടാ പ്രതീഷ് ചേട്ടാ. പ്രതീഷ് ഹായ്. എല്ലാം അത് കുട്ടിക്ക് അല്ല, അല്പം ഗ്ലാമർ ആയ ഒരു ക്യാമറ ഇല്ല. പരസു ഹായ്. മണികണ്ഠൻ മഹേന്ദ്രൻ. ഓ, ഇവിടെ നിന്നോളാം ഞാൻ. രാജകുമാരി മുല്ലപ്പൂ ചൂടാമോ തുറന്നാലി നമുക്ക് കാണുന്നില്ല. ഡ്രസ്സൊക്കെ ഓക്കെ അല്ലേ? ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ബ്ലോക്കില് ചെയ്യാം. എവിടെ മധുരം കോഴി പൊന്നമ്മേ. ആ മരമല്ലേ പിന്നെ. എവിടെ പോയി? ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, കാണാനില്ലാതെ. അമ്മ വണക്കം എന്ന് പറഞ്ഞാൽ മോശമാണോ? അല്ല, എപ്പോഴും നമസ്കാരമാണെന്ന് പറയുന്നത് രാധേട്ടൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. മോശമൊന്നുമല്ല. എന്ത് മോശം? ഇല്ല, ഗ്ലാമറായി. അതെ, ഇവിടെ അതന്നെയാണ്. ഇവിടെ എന്തോ ഒരു ചൂടിന് പേര് പറഞ്ഞു. എന്തോ ഒരു ചൂടിന്റെ പേര് പറഞ്ഞു. ഇന്ന് മുതൽ ആ ചൂട് ഇത്. ഓ ശരി. കിട്ടി. അതാ പോയി. അജ്ജോ, അത് പിന്നെയും പോയി. ആ കിട്ടി. രംഗം അവിടെ അല്ലേ? ഇവിടെ വേറെന്തോ ഒരു പേര്. എവിടെ എന്താണ് പേര് പറയേട്ടാ? மணி சொல்லுங்க மணி. இன்னிலிருந்து என்ன சூடு ஆரம்பம்? கத்திரிக்காய் சூடா? இல்ல, வேற எന്തോ ஒரு சூடு பேரு. பழனிசாமி அக்கா, குட் ஆஃப்டர்நூன். யூ ஆர் ஷோயிங் ட்ரெஸ் டாப்
സ്റ്റെപ്പ് അനിതാ ഇല്ല ഷോ എന്നെ ഷോ പண்றதுங்க ചൂട് ചൂട്. ഇജു 1 കിലോമീറ്റർ ദൂരെ പോയി നിന്നാൽ എങ്ങനെ കാണാനാണ് എൻ്റെ കുട്ടി? ഇതെന്തത്? ഞാനിപ്പോ സൂം ചെയ്ത് വെച്ചതാണല്ലോ. അതെന്താ സൂം ആകാത്തത്? വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടുള്ളൂ. അനിത ഇപ്പോൾ കണ്ണു കാണാൻ വയ്യ. ഉഷ്ണതരംഗം. ഉഷ്ണതരംഗം അല്ലേ? കേരളത്തിൽ അങ്ങനെ പറയാല്ലേ. ഇവിടെ തമിഴ്നാട്ടിൽ വേറൊരു പേരുണ്ട് കേട്ടാ. ഹലോ എന്റെ കുട്ടി തക്കാളി ചൂടാണോ? അല്ല மணி சொல்லு மணி, என்ன சூடு ஸ்டார்டிங் இன்னைக்கு? சூப்பரா சொல்லலாம். നക്ഷത്രം അത് ഈ ചൂടിലൊരായിരുന്നു. അയ്യോ ചെയ്തില്ല. 3-4 പ്രാവശ്യം ചെയ്തു എന്നല്ലേ പറയുന്നത്. മൂന്നാല് പ്രാവശ്യം ചെയ്തു എന്നല്ലേ പറയുന്നത്. അതിൻ്റെ ഒരു ലിങ്ക് എനിക്ക് ഇട്ട് തന്നാൽ മതി. ഇനി ആ കാര്യം ഇപ്പം തന്നെ ചെയ്യാം. എന്താപ്പോൾ ഇപ്പം തന്നെ ഈ ലൈവ് കട്ടാക്കിയതും ആ പാട്ട് റീൽസ് ചെയ്യുന്നത്. അതങ്ങനെയല്ല, സാരി ഉടുത്തിട്ട് ഒരു റോഡ് ഇങ്ങനെ കൂടെ നടക്കണം. വേണമെങ്കിൽ പൂക്കാവാം. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഫോണൊക്കെ പിടിക്കാനുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാതെ ആഗ്രഹമുണ്ട്, സാധിക്കില്ല. അഗ്നിനക്ഷത്രം അഗ്നിനക്ഷത്രമല്ല, വേറെന്തോ ഒന്ന് പറഞ്ഞു. അതും അല്ല. പാലക്കാട്. യെസ്. എവിടെ നിൽക്കുന്നത്? സ്റ്റേർക്കേഷൻ്റെ അവിടെ ഏട്ടാ. അഗ്നിനക്ഷത്രം. ഓ അവിടെ ഇല്ല. ഞാൻ ഫുഡ് കഴിച്ച് വന്നു. അതേലേക്ക് പോരട്ടാ. വെൽറാജ്. ഓക്കെ ഓക്കെ പള്ളിസ്വാമി. ഓക്കെ മണി. സാരി. ഹാ ഓ ഇന്നലെ ഞാൻ സാരി കൊടുത്തതിൻ്റെ അവസ്ഥ എനിക്ക് മാത്രമല്ല എത്ര കഷ്ടപ്പെട്ടു. ദൈവമേ, അങ്ങനെ ഒന്നും ഇനി പറയല്ലേ. പക്ഷേ ഇവിടെയല്ലേ ഈ ചൂട് കഴിയട്ടെ, എനിക്ക് വയ്യ. പക്ഷെ സാരി ഉടുക്കാതിരിക്കുമ്പോഴേക്കും മറക്കുന്നു. അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ நிறைய கமெண்ட் போடுதுமா, நீங்க பார்க்க കത്തിരി എന്താ പറഞ്ഞു? സാരി ഉടുത്താൽ നല്ല ചൂട് കൂടും. അതെ, പോളിസ്റ്റർ സാരി എൻ്റെ അടുത്ത് ഉള്ളൂ. കത്തിരി വെയിലിന് സൊല്ലുവാങ്ങടാ. അതെ അതെ അതെ, അതല്ലേ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത വീട്ടിലൊരു കത്തിരി വെയിൽ സ്റ്റാർട്ട്. ഡാൻസ് വയ്യ. സാരി ഉടുത്ത് കാണാൻ പറ്റുമോ? ഇന്നലത്തെ ലൈവ് കാണി കേട്ടാ ഷിജു കേട്ടാ. ഇന്നലെ ലൈവിൽ ഞാൻ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. കൂന്തൽ സൂപ്പർ. കൂന്തലൊക്കെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ഇരിക്കാന്നാ തോന്നുന്നത്. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. സാരിയും നല്ല ചന്തമായിരിക്കും. അതല്ലേ, ആയിരിക്കാം. ഈ ഗോൾഡ് ഉള്ളിൽ കൂടെ
ചൂട് വരിക. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ചൂട് വരികയാണ്, വല്ലാത്ത ചൂട്. എന്തിനും ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇരിക്കാം. പൊട്ടോ മൈ ഗോഡ്. കുട്ടികൾ സ്കൂളിൽ പോവേ? ജൂണിലല്ലേ ഏട്ടാ തുറക്കുന്നേ. ഈ പൊട്ടാണ് ഇതിന് മാച്ച് എന്ന് തോന്നുന്നത്. ഇത് മാച്ച്. അനിത പ്ലീസ് സിറ്റ് ചെയ്തു. പൊട്ട് വയ്ക്കാം. മെയ് മന്ത് ഹോളിഡേ ഫുട്ബോൾ. അതെ, നല്ല പൊട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. എവിടെ ഇപ്പം വെക്കുക? അത് ശരിയാണല്ലേ, സ്കൂൾ അടച്ചല്ലേ അല്ലേ, മറന്നുപോയി ഗഫൂറേട്ടന്. ഹായ് സുഖമല്ലേ? ഇത് കഴിച്ചോ? ശശികുമാർ കഴിച്ചു കേട്ടോ. ശശികുമാർ ഏട്ടാ ഫുഡൊക്കെ കഴിച്ചു. ഏട്ടൻ കഴിച്ചോ? എവിടെ നിന്നാണ്? പുതിയ ഫ്രണ്ടാണോ? ഹായ് രാജേഷ്. ഹായ് ഡെഡിക്കേറ്റ്. ഓ പാട്ട് പാടാൻ പറയുന്നു. ചേട്ടാ 2-3 പാട്ടൊക്കെ എഴുതി കേട്ടോ. എന്താ കേട്ടോ പാട്ടില്ല. മാടത്തിലെ ഞാൻ ചിലപ്പോൾ ഞായറാഴ്ച ഓർമ്മ ഉണ്ടാവില്ല. അതേല്ലേ? കഴിച്ചു കേട്ടോ ബിനീഷ് ഏട്ടാ. ഏട്ടൻ കഴിച്ചോ? ഞാൻ ചിലപ്പോൾ ഞായറാഴ്ചയും കുട്ടികളും സ്കൂളിൽ പോകാത്തത് കാണുമ്പോൾ വഴക്ക് പറയും. ഞായറാഴ്ച എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതേല്ലേ? പാവം കേട്ടോ ഗഫൂരേട്ടാ. ഞാനിവിടെ പറയണെങ്കിൽ എനിക്ക് പിന്നെ അത്ര തന്നെ കളിയാക്കി കൊല്ലു തന്നെ. കുട്ടികൾക്ക് ഹെയർ കട്ടിങ് ചെയ്ത മോഡലാക്കിയോ? ഇല്ല, ഞാൻ നാളെ ചെയ്യണമെന്നുണ്ട്. ഡ്രസ്സ് കളറ് സുന്ദരിയാണ് ആണല്ലേ? സത്യ ഹായ്. സുധാ രാജൻ രജനി വൈഫാ. സുന്ദരി മുത്തേ ഹായ് ജി. സുരേഷ് ഹായ്. ഇല്ല ഹായ് കണ്ണൻ. ഹലോ. കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? എന്നിട്ട് ആരും ഒന്നും മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണേ? another inside over here. English language Anida. Kandipa Raj. Yes Raj. ആറ്റിങ്ങൽ എൻ്റെ കടയിൽ വന്നാൽ മതി. ഷിജു ഏട്ടാ. ഓക്കെ ഏട്ടാ. നൈസ്. അനിത മോളെ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല മോള്. ശിശോ അങ്ങനൊന്നും പറയരുത് അരുൺ. അനിത മോളെ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല മോളെ. എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഈ സുന്ദരിക്ക് ഇഷ്ടമല്ല മെസ്സേജ് അരുൺകുമാറായിട്ട് അങ്ങനൊന്നും പറയാതെ ഞാൻ മെസ്സേജ് വായിക്കാം. ഗണേഷ് കലൈസെൽവൻ ഹൈ ഡ്യൂട്ടി. അല്ല സുരേഷ് ചേട്ടാ വെറുതെ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവളിൽ തഴുകിയോ നീ എന്തുവാ പരിപാടി? ഇല്ല, ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ നേരം പോക്ക് ലൈവ് ഇട്ടിരിക്കുന്നു. ഒരു പാട്ട് പാടിയാണ് പ്ലീസ്. പാടിയേട്ടാ. കുനിയമുത്തൂർ എവിടെയാണ്? കുനിയമുത്തൂർ എവിടെയാണല്ലേ? ഇവിടെ തന്നെ കോയമ്പത്തൂർ കുനിയമുത്തൂർ. സാപ്പിയാ മോഡലായി വട്ടം വരുമോ? സജനേട്ടൻ എവിടെ? ഒന്ന് വിളിച്ചു നോക്കൂ. കൂടെ വിളിച്ചു നോക്കി കൂടായിരുന്നു. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ടുണ്ടാവും. അതെല്ലേ? വിളിച്ചോക്കാട്ടോ. ഞാനിവിടെ ഉണ്ട്.
ഞാനും ഇവിടെ ഉണ്ട്. ഇലക്ഷൻ റിസൾട്ട് കൂടെ കഴിഞ്ഞിട്ട് ശേഷം വിളിക്കാനെന്ന് കരുതിയിട്ട. രാധേട്ടാ ചൂടുണ്ടോ അവിടെ? ചൂടേ ഉള്ളൂ. ഗഫൂരേട്ടൻ്റെ മറുപടി നോക്ക്. ഓക്കെ രാധേട്ടാ. നാസേട്ടാ ഹായ്. ചൂടുണ്ട്, ചൂടേ ഉള്ളൂ. ഒരു കിളി പാട്ടു മൂളുമോ, മറുകിളി ഏറ്റു പാടുന്നു, മധുര വസന്തം മഴ നനഞ്ഞു വരുന്നു. ഒരു കിളി പാട്ടു മൂളുമേ, മറുകിളി ഏറ്റു പാടുമോ. അങ്ങനെയാണോ? മടത്തിലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ശേഷു. മോഡലൊക്കെ ഇട്ട സ്ഥലം എന്താ പറയണത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ കുട്ടി ലൈവിൽ വരുമ്പോൾ ഞാനിപ്പോൾ കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളോട് മുഖച്ചായുണ്ട്, അതുകൊണ്ട് കാണാനുള്ള ഇഷ്ടം. ആരാണത്? മുസ്തഫ ഏട്ടാ. ഞാൻ കോയമ്പത്തൂർ ഉണ്ട്. അതെല്ലേ. കിച്ചൺ ഫുഡ്, കിച്ചണോ? ഗണേഷ് പ്ലേസ് ഇഷ്ടല്ല എനിക്ക്, കുടിക്കാതെ. ഞാൻ വരട്ടെ. എവിടേക്കാണ് സന്തോഷേട്ടാ? എവിടേക്ക് വരുന്നതിന്റെ കാര്യമാണോ പറയുന്നത് കേട്ടാ? ചൂടെടുക്കാൻ തുടങ്ങി, ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ളേ. മറ്റു ജോലി യൂട്യൂബറാണോ? ഞാനോ? സുരേഷ് ചേട്ടാ യൂട്യൂബറൊന്നും അല്ല. യൂട്യൂബിലൊന്നും 4000 ഫ്രണ്ട്സേ ഉള്ളൂ. ഫേസ്ബുക്കുകാരാ. എൻ്റെ കുട്ടി ഞാനേ പോവാട്ടോ. എന്താണ് ഏട്ടാ പോണ? ഇരിക്കേട്ടാ ചെയ്യേട്ടാ. ഫുഡൊക്കെ കഴിച്ച ഇരിക്കും. സന്തോഷം കാണാൻ പറ്റുമോ? പറ്റില്ല ഏട്ടാ. ബ്രോ ശ്രീനു ദാസു ഹായ്, ഹൗ ആർ യു? ഇരിക്കേട്ടാ. എന്താ ഏട്ടാ വയ്യ, ചൂടെടുത്തിട്ട് വയ്യ. ആണോ അരുണേട്ടാ? താങ്ക് യു. അങ്ങോട്ട് എങ്ങോട്ട് സന്തോഷേട്ടാ ഇങ്ങോട്ട്. ജെറിൻ ലൈവിൽ കിട്ടുന്നില്ല എന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു. എന്താണ് ഇങ്ങനെ ചൂടെടുക്കുന്നത്? മതിയായിട്ടോളൂ. യു ഡോണ്ട് ലൈക്ക് ഓർ വാട്ട്? ചൂട് കൊണ്ട് നല്ല ചിരി. താങ്ക് യു ഏട്ടാ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ കുളിച്ചിട്ട് വന്നത്. മഴവിൽ മനോരമയിൽ ഉടൻ പണം എന്ന പ്രോഗ്രാമിൽ നിങ്ങളെ പോലെ അതേ ഫേസിലുള്ള ഒരാൾ വന്നിരുന്നു. ശരി. ഞാനല്ല കേട്ടോ. നല്ല ശരി. താങ്ക് യു. ഹായ് ജെറിൻ, നമസ്കാരം. சாப்பிட்டீங்களா? பாலா சாப்பிட்டீங்க? முடியலைங்க இந்த சூடில். நான் இப்படி മയങ്ങി വീഴുന്നു. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലേ. ശരിക്കും ഇന്നലെ എനിക്ക് ഒരു 6 മണിയാകുമ്പോ കറണ്ടും ഉണ്ടായിരുന്നില്ല. കരച്ചിൽ വന്ന പോലെ തോന്നി എനിക്ക് ചൂടെടുത്തിട്ട്. 6 മണിയാകുമ്പോ, 5 മണിയാകുമ്പോ അയ്യോ വയ്യ. കളപം തരാൻ പക്ഷി പാടും പാട്ട് ചാത്താൻ ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. ഡോണ്ട് സ്ലീപ്. കാർത്തികേയൻ, ശ്രീനു, രാജ് തൂക്കം വരുതില്ല, വെയില്. ராஜா சொன்னது என்ன புரியல. വേണമെങ്കിൽ പിക്ക് അയച്ചു തരാം. പിക്ക അയച്ചു തരാം അല്ലേ? എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ.
ഞാനൊന്നും അല്ല കേട്ടോ, വേറെ ആരെങ്കിലും ആയിരിക്കും. ശിവകുമാർ ഹായ്, സാദിഖ്, ജെനി ഹായ്. പാടുമോ? നിൻ പുണരാൻ നീട്ടിയ കൈകളിൽ. പാട്ട് അറിയില്ല കേട്ടോ. അത് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ലിജോടെ നല്ല വിശേഷം. ആ പാട്ട് അറിയില്ല വിവിനോട്ട്, അറിയില്ല. നമുക്ക് അടിപൊളി പാട്ട് എഴുതിപിടി പാടാം. അറിയുന്ന പാട്ട് എഴുതി കേട്ടോ, എനിക്ക് അറിയുന്ന പാട്ട് എഴുതിപിടി കേട്ടോ പ്ലീസ്. കമ്മല നന്നായിട്ടുണ്ട്, സ്റ്റേറ്റ്സ് ആണ്. അവിടെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. തലവേദനയ്ക്കുന്നു അത്ര ചേട്ടന്. അർജുൻ കിഷോറിന് കൃഷ്ണന് തലവേദനയ്ക്കുന്നു. മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു കേട്ടോ. എന്തിനാണ് ഇങ്ങനെ കൊഴിയുന്നത് ഭഗവാനെ? മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രതീഷ് ഹായ്. അനു ലവ്. എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ? സുഖമാണോ? എങ്ങനെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? This week coming to Chennai tour that പളനിരാജ് அப்படிங்களா? ചൂട് എടുക്കുന്നത് കൊണ്ട് എന്തിനാ കരയുന്നത്? മേലെ ഇഷ്ടത്തിന് ടാങ്കിൽ അതിൽ ഒരു ടാങ്കിൽ ചാടിയാൽ പോരെ, അതന്നെ ചാടണം. ചൂടെടുത്ത് ശരിക്കും ഇന്നലെ എന്തൊക്കെ തോന്നി എനിക്ക്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരിക്കാൻ തോന്നി. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ പോയി മിണ്ടാതിരിക്കാനൊക്കെ തോന്നി. എനിക്കതൊക്കെ മെയിൻറ്റിൽ വന്നു കേട്ടോ, സത്യമാണ് പറയണത്. അത്രയ്ക്ക് ചൂടായിരുന്നു. അത് ഈ മോളിലല്ലേ വീട്, ഈ ചൂട് അങ്ങനെ നന്നായിട്ട് അടിക്കുന്ന പോലെ തോന്നുന്നു. എന്താന്നറിയില്ല, പേടിക്കണ്ട. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാനുന്നരോമത്തുമ്പി നീല്ലെങ്കിൽ ഞാൻ. നമുക്ക് പ്രണയിച്ചാലോ? അവിടെ ഇപ്പോൾ ഞാൻ എങ്ങനെ വെയിലത്ത്? നീയില്ലെങ്കിൽ ഞാനുണ്ട് പോയി. വാത്സല്യത്തെയും ചോരും പോവേ എപ്പോൾ എങ്ങനെ വെയിൽ. ലിജു ഏട്ടാ വെരി ഗുഡ്. സുരേഷ് എന്നാലും അങ്ങനെ ഞാൻ പൈപ്പ് തുറന്നിട്ടിട്ട് ഇങ്ങനെ ബക്കറ്റ് മാറ്റി വെച്ചിട്ട് പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്ന്. ഷവറില്ല വീട്ടിൽ, അതൊന്നുമില്ല. ശ്രീരാജ് പാലക്കാട് എവിടെയാണ്? അതുണ്ടെങ്കിലും കൂടെ നന്നായിട്ടുണ്ടാവും. അതെന്തായാലും കാര്യമില്ല കേട്ടോ. ഇവിടെ പൈപ്പ് തുറന്ന കൈ പൊള്ളിപ്പോകും. ഇപ്പൊ പോയിട്ട് എന്താണ് പൈപ്പ് തുറന്ന് നമ്മൾ കൈ കഴുകില്ലേ, ഭക്ഷണം വെച്ച് കൈ കഴുകാന്ന് വിചാരിച്ച് പൈപ്പ് തുറന്നാൽ വെള്ളം തിളച്ച വെള്ളമാണ് വരുന്നത്. അപ്പൊ കൈ കഴുകാൻ പറ്റില്ല. ഒരു പാത്രത്തില് വെള്ളം പിടിച്ചിട്ട് വെക്കണം. എന്നിട്ട് ചൂടാറിയിട്ട് അങ്ങ് ചെല്ല്. 6 കൈയും വീഴും. അപ്പോൾ പാത്രത്തിൽ വെള്ളം എടുത്ത് കുറച്ച് നേരം, അപ്പോൾ കുളിക്കുകയാണെങ്കിലും ശരി, കുളിക്കാൻ വെള്ളം ഒഴിക്കുകയാണെങ്കിലും ബക്കറ്റിൽ വെള്ളം തുറന്നിട്ടിട്ട് ബക്കറ്റ് നിറച്ച് വെച്ച് കുറേ നേരം കഴിഞ്ഞേ കുളിക്കാൻ പറ്റുള്ളൂ. ചൂടായിട്ട് വെള്ളം വരുന്നു. അത് തന്നെ. അതുപോലെ പാത്രം കഴുകാനും ശരി, എന്താണെങ്കിലും വെള്ളം എടുത്ത് വെക്കണം. പൈപ്പൊന്നും തുറന്ന് ഉപയോഗിക്കാനേ പറ്റില്ല. ഈ വെയിലത്ത് ടാങ്കിൽ വെള്ളം അങ്ങനെ ചൂടായിട്ട് കിടക്കണം. തിളച്ചിരിക്കുകയാണ് വെള്ളമേ. ടാങ്കിൽ നിറച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ രാവിലെ നിറച്ച് വെള്ളം ഒരു 10-12 മണിയാകുമ്പോഴേക്കും നല്ല ചൂടാവും. എവിടെ ഒരു ടൗണിൽ റോഡിൽ തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 100 രൂപ.
വെള്ളം ഒഴിക്കണ പറയുന്നത്. ഗുഡ് ഈവനിങ് സംതച്ച. കുഴപ്പമില്ല, 100 രൂപ കൊടുത്ത് ഒഴിച്ചാൽ. ചൂടല്ലേ. ഓ അങ്ങനെയൊക്കെ വയ്യ. ഗണേശ് പ്രണയ നാടകം എന്നൊക്കെ കേട്ടു. ഞാനൊന്ന് പ്രണയിച്ചോട്ടെ. എന്നോട് ചോദിച്ചോ, നമുക്ക് പ്രണയിച്ചാലോ? ഞങ്ങൾ പ്രവാസികൾ അങ്ങനെ തന്നെയാണ് വെള്ളം പിടിച്ചു വെക്കുന്നത്. ഇവിടെ തന്നെ കേട്ടാ. ഇപ്പൊ ഇവിടെ ആയി അങ്ങനെ വെള്ളം നിറച്ച് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുള്ളൂ. ചുട്ട വെള്ളത്തിലായി കുളിക്കുന്നത്. സ്പീഡ് ആണല്ലേ. അത് വെച്ചു സന്തോഷം. ഗണേശ് ഹായ്. അച്ഛോ ഏട്ടാ, എ സി സത്യം പറഞ്ഞു എ സിയിൽ തണുപ്പ് വരുന്നില്ല ഏട്ടാ. എന്താ കാരണം അറിയോ? 7 വർഷമായി എ സി വാങ്ങിയിട്ട് ഒരൊറ്റ സർവീസേ ചെയ്തിട്ടുള്ളൂ. സർവീസേ ചെയ്തിട്ടില്ല. നാഗവല്ലി മനോഹരി നല്ല മുടി. അപ്പൊ സർവീസ് ചെയ്തതുകൊണ്ടാണ് തണുപ്പ് വരാത്തത്. ഗ്യാസൊക്കെ നിറയ്ക്കുന്നൊക്കെ പറയില്ലേ ഈ എ സിയിൽ. അപ്പോൾ അത് നിറയ്ക്കണം, സർവീസ് ചെയ്യണം, എന്നാലേ നല്ല തണുപ്പ് വരുള്ളൂ തോന്നുന്നു. ഇതിപ്പോ എ സി ഇട്ട് കഴിഞ്ഞു പറഞ്ഞാൽ 3-4 മണിക്കൂറൊക്കെ കഴിയണം ഒന്നൊരു തണുപ്പിന്റെ ഒരു ഇത് എന്താ പറയാ. അതിനെക്കാട്ടിയും നല്ല എന്താ പറയാ, ഇവിടെ ഉണ്ടല്ലോ എന്താ പറയാ, ഷോപ്പിങ് വലിയ ഈ എന്താ പറയാ സൂപ്പർ മാർക്കറ്റ്, അവിടെ പോയി നിന്നാൽ ആ തണുപ്പ് നല്ല തണുപ്പ് കിട്ടും. അതിനെക്കാട്ടിയും കമ്മിയാണ് ഇവിടെ, തണുപ്പേ ഇല്ല. എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. ഞാൻ സാഗർ ഏലിയാസ് ജാക്കി കണ്ട് ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്നു. അതെല്ലേ, ഒരു പരിപാടി ഇല്ല. പണിക്ക് പോകാൻ ടൈമായി. പോവാന്നോ? ഹലോ, കുറച്ച് നേരമായി നെറ്റ് പ്രോബ്ലം ആയിരുന്നു. ആണോ ജനേട്ടാ? ഓക്കെ. അപ്പം എ സി ഒന്ന് സർവീസ് ചെയ്യണം, അപ്പോഴേ തണുപ്പ് വരുള്ളൂ. അല്ലെങ്കിൽ എന്നിട്ട് ഞാനൊന്നും എ സിയിലൊന്നും പോയിരിക്കില്ല കേട്ടോ. അത് വേറെ വിഷയം. ഒരു ഫാൻ ഉണ്ടെങ്കിൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കാറ്റുണ്ടെങ്കിൽ മതി. ചൂട് കാറ്റാണ് ഇപ്പോൾ വരുന്നത്. ലിപ്സ്റ്റിക്ക് പോടുക. ഒരൊറ്റ എന്നെ പண்றீங்க ജെറിൻ ബ്രോ. ഗണേശൻ ഹായ്. ഊട്ടി ഗോയിങ്. അന്നമ്മോ, ഇന്നലെ കൊച്ചിയിലെ ഒരു ക്രൂരത കണ്ടോ? ഒരു കുഞ്ഞ് പ്രസവിച്ചു ഉടനെ 5 നിലയിൽ മേലെ നിന്നും റോഡിൽ എറിഞ്ഞു കൊന്നു. അതാ ഞാൻ കേട്ടില്ല ചേട്ടാ. ഒന്ന് തണുപ്പിച്ചാലോ? കണ്ണീർ പൂവിൻ്റെ കവിളെ തലോടി ഈളം മുഴങ്ങും പഴംപാട്ട് മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്നെ രാജ് എന്താ പറയുന്നത്? രാജ് എന്ത് പറയുന്നു? ഒരു ടേബിൾ ഫാൻ വാങ്ങിയാൽ മതി. അതെ പ്ലീസ്. ടേബിൾ ഫാനും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം. അതെ, കഥ എഴുതാൻ പോയോ? പ്രണയിച്ചതിൻ്റെ ഒരുപാട് പഴയ കണക്കുകൾ പ്രണയത്തെ തീർന്നു പോയാലും മറക്കില്ല. യെസ് ബ്രോ. ഗോപാലേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ. വല്ലപ്പോഴും ഇപ്പോൾ വരുന്നുള്ളൂ അല്ലേ? കിണക്കമാണോ എന്നോട്? അജൻ പാട്ട് കൊള്ളാം. പാട്ട് എൻ്റെ
കുങ്കുമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, നന്നായി വെച്ചിട്ടുണ്ട്. ഞാന് തലോടി തരാം, തലോടി തരാം. അതേട്ടാ കുഞ്ഞ് എങ്ങനെ പ്രസവിക്കുന്നത്? അയ്യോ, കുഞ്ഞ് പ്രസവിച്ച കുഞ്ഞിനെ നല്ല പറഞ്ഞത്, പ്രസവിച്ച കുഞ്ഞിനെ നല്ല പറഞ്ഞത്. സന്തൂർ സോപ്പ്, സന്തൂർ സോപ്പാണോ രാജ് യൂസ് ചെയ്യുന്നത്? ഞാനതൊന്നും അല്ല കേട്ടോ, ലെക്സ് ആണെന്നാ തോന്നുന്നത്. നല്ല മണം. അറിയില്ല, അതിന്റെ എഴുത്ത് കൂത്തൊന്നും കാണുന്നില്ല. ഇന്നലെ തൊട്ടിട്ട് റോസ് കളറാണ്, റോസ് കളറിന്റെ സോപ്പാണ്. ഓടിയോ, ഞാൻ അവിടെ പോവാനാ. അതെന്താ ടേബിൾ ഫാൻ വേണ്ടാത്തത്? ഫാൻ ഇട്ട് കുട്ടികളൊക്കെ അത് കേട് വരുത്തും കേട്ടോ, അതുകൊണ്ടാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൈയിടുക കാലിടുക ഒക്കെ ചെയ്താലേ പണി കിട്ടും, അതുകൊണ്ടാ. ചെറിയ കുട്ടി ഉണ്ടല്ലോ, അവനത് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. എന്തെങ്കിലുമൊക്കെ കോലൊക്കെ കൊണ്ടുവന്ന് ഇടുക. മൈഡിയ സ്വീറ്റ് എന്താ മതി. അല്ലാത്ത കണ്ണിലെന്തോ ഒരു ദേഷ്യമുണ്ട്, അല്ലാതെ കണ്ണിലെന്തോ ഒരു ദേഷ്യമുണ്ട്. ഡോ ആണ് നല്ലതാണ് കുട്ടി. അത് തേച്ചു, പക്ഷെ തോലിങ്ങനെ ഉരിഞ്ഞു പോകണു ചേട്ടാ. തോലിങ്ങനെ ഉരിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തോലിങ്ങനെ ഉരിയുന്ന പോലെ. എന്താ സംഭവം അത്? ഞാനിപ്പോഴല്ല തേച്ചത് കേട്ടോ, ഒരു 6-7 വർഷത്തിന്റെ മുന്നേ തേച്ചതാണ് ആ സോപ്പ്. വൈറ്റ് കളറല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ മുഖത്ത് നമ്മൾ കണ്ണട നോക്കുമ്പോൾ ഇങ്ങനെ തോല് ഉരിഞ്ഞതിൻ്റെ ഒരു അങ്ങനെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു മാവ് മാതിരി. അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. ഇതാ കളർ ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. അതെ രാജ്, അതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യില്ലല്ലോ. അത് അതിൻ്റെ ഉള്ളിലല്ലോ ഒന്ന് കാണുന്നത്. ഇതിപ്പോൾ ടേബിൾ ഫാൻ ആകുമ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ നിങ്ങളുടെ കൈ കൊണ്ടിടണം, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ലൈവിൽ വരുന്നതാണ് കുറവ്. പോസ്റ്റിൽ കമാൻഡ് ചെയ്യാറുണ്ടല്ലോ അതെ അല്ലേ? ഓക്കെ ഏട്ടാ. എന്താ പ്രശ്നം? നീ നീ പീലി നീ മണിത്തോളുമ്പിനി നീ എന്നരികിൽ നിന്നോ കണ്ണൂരി തുടയ്ക്കാതെ ഒന്നും പറയാതെ ഇന്നും ഞാനും രണ്ടിരിപ്പോ ഇതിനെ പോലെ വെറും മഞ്ഞിനെ പോലെ. ഫോർ സ്മൂത്ത് സ്കിന്ന് മിൽക്ക് ഇപ്പൊ പറയുന്നു കേട്ടോ. ഇത് ചൂടുകൊണ്ടൊന്നും അറിയില്ല. വായിക്കട്ടെ. ഇത് മൂക്ക് കുത്തിയിട്ടാൽ ഭംഗി, ഇടത് മൂക്ക് കുത്തിയിട്ടാൽ ഭംഗിയാണ്. ഭക്ഷണം കഴിച്ചു. വേദന ആര് സഹിക്കും? ഞാൻ തന്നെ സഹിക്കണ്ട കേട്ടാ. അതുകൊണ്ട് വേണ്ട, മൂക്ക് കുത്താം. ഇപ്പം തന്നെ പോയി കുത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ വേദന ഇവിടെ ഒരു കുത്തുമ്പോ ഒരു കണ്ണിൽ കൂടെ ഒരു പൊന്നീച്ച പറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട, ഇതൊക്കെ മതി. ഇപ്പൊ നമ്മൾ ഗ്ലാമറൊക്കെ വെച്ച് എവിടെ പോകാനാ? ഇടത് കൈ പറ്റി കാണിക്കാമോ? ഇടത് കൈയോ വലത് കൈയോ ഒക്കെ കാണിക്കാം. ഗുഡ് ഈവനിങ്. കഥകളെ തേടും തേടാത്തവൻ കവിതയെ തേടും അറിയുന്ന നിലത്തിലൂടെ
പോകുമ്പോൾ ഞാൻ പരാമോ ജൻഗോപി ഏട്ടാ, വിദ്യാഭ്യാസം കുറഞ്ഞ ഞാൻ ഇങ്ങനെയെങ്കിലും ഒപ്പിക്കുന്നില്ലേ? അതെ ഏട്ടാ. ഇല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. എനിക്ക് നമ്മൾ പറഞ്ഞു അതാ യു ലൈക്ക് എഗ് കറി വിത്ത് ചപ്പാത്തി. എഗ് കറി, ചപ്പാത്തിക്ക് എനിക്ക് ചിക്കൻ കറി അടിപൊളിയാണ്. പിന്നെ ഈ ചപ്പാത്തിക്ക് ഇത് പുതിന ചട്നി ഉണ്ടല്ലോ അത്, പിന്നെ ഓണിയൻ തക്കാളി ചട്നി, അതും ഒക്കെ ഇഷ്ടം. ഹാവ് യു അതേട്ടാ ഗുഡ്, എനിക്കും കുറവാണ്. ശരി, ഒരു ഹായ് കാണോ? സാബു ഏട്ടാ ഹായ്, സുരേഷ് ഏട്ടാ ഹായ്. സന്തോഷം ശരിക്കും കാണിച്ചു. ഒരു ഹായ് കാണോ? ഞാൻ ഹായ് പറഞ്ഞു ഏട്ടാ. സാബു ഏട്ടാ ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷ് ഹായ് ഹായ് ഹായ്. ഓണിയൻ ഓയിൽ ഫ്രൈ ചട്നി ഈസ് വെരി ടേസ്റ്റി. യെസ് 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 രാജ്. മുരളി ഹായ്. കാർത്തികേയൻ സൂപ്പർ സൂപ്പർ, താങ്ക് യു. എൻ്റെ മെസ്സേഞ്ചറിൽ എന്താണ്? എനിക്ക് മെസ്സേഞ്ചർ ഇല്ല കേട്ടാ. തമിഴ് പാലക്കാട് വരുന്നില്ലേ? വിജയകുമാർ പാലക്കാട് വരണം ഏട്ടാ. ലൈവിൽ എത്ര പേരുണ്ട് ഏട്ടാ? രാജൻ പാണ്ഡ്യൻ രാജ ഹായ് ഹായ്. രേഖ കാണിക്കുന്നോ? രേഖ ഇപ്പൊ കാണില്ല, മൈലാഞ്ചി ഇട്ടത് കൊണ്ടേ. മൈലാഞ്ചിയൊക്കെ പോയിട്ട് കാണിക്കാവേ. ഓക്കെ, യു ലുക്കിംഗ് സൂപ്പർ ബേബി. ഹരീഷ് തോല് ഉരിയുന്ന കാര്യം കേട്ട് ചോദിച്ചത് എന്താ പ്രശ്നം? അതെ ഞാനൊരു പ്രാവശ്യം തേച്ചിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ടായി. എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. അതെ, ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പറഞ്ഞ പിന്നെ എനിക്ക് വേറെ രേഖ ഇവിടെ നല്ല പുറത്ത് പോയി. രേഖ ഇവിടെ ഇല്ല, പുറത്ത് പോയി ഓടി. വയ്യടപ്പ രേഖ. അന്നമ്മോ, നമ്മുടെ അമ്പലി ടീച്ചർ ഇനി എന്നെ നാട്ടിൽ നിന്ന് വരിക. അന്നമ്മോ സ്കൂൾ തുറക്കുമ്പോഴേ വരും. സ്കൂൾ തുറക്കുമ്പോഴേ വരുള്ളൂ. കാണാനേ ഇല്ല ആളെ. എവിടെ പോയാവോ? നാട്ടിൽ തന്നെ ആയിരിക്കും. ഞാൻ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ വിട്ടു, നാട്ടിലായിരിക്കും. ഞാൻ സേവ് ഡവ് സോപ്പ് മാത്രമേ നോക്കുകയുള്ളൂ. എന്നോട് ഡോക്ടർ ഡവ് സോപ്പ് മാത്രം തേച്ചാൽ മതിയെന്ന് പറഞ്ഞത്. അതല്ലേ തേക്കുകയുള്ളൂ, അതല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അത് എനിക്കങ്ങനെ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അല്ല, തനിക്ക് തെലുങ്ക് വായിക്കാൻ അറിയാമോ? മലയാളം ഇവിടെ പോരാമോ വായിക്കാൻ പറ്റുന്നുണ്ട്. തെലുങ്കിലേക്ക് പോയി. എന്താ ലിജു കേട്ടാ, മലയാളം ഇവിടെ ചേച്ചിക്ക് വായിക്കാൻ പറ്റുന്നില്ല. 1 മണിക്കൂറായില്ലേ? എത്ര വേഗം 1 മണിക്കൂറായാ? ஸோ இவன் என்னடா இப்படி ஐயோ பிளாக் பண்ணிட்டீங்க. டைம் சரியில்லைன்னு நினைக்கிறேன். இல்லையே. നല്ലതാടാ. യാർലിയും നല്ലതാടാ. യാർലിയും എന്താ സംഭവം? സോപ്പാണ്.
ഞാനത് കേട്ടിട്ടേ ഇല്ല കേട്ടാ. ഞാനിവിടെ എങ്ങനെ സോപ്പ് വാങ്ങിക്കും അറിയോ? ഇവിടെ ഇങ്ങനെ ഹമാം സോപ്പ് വാങ്ങിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് ബോയ്, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. സന്തൂർ അപൂർവമാണ്, എപ്പോഴെങ്കിലും ടൈം ഫോർ ബ്ലാക്ക് ടീ അയച്ചാ അയച്ചു. തെലുങ്ക് എനിക്ക് നന്നായി അറിയാം, അതല്ലേ സാറേട്ടാ. ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. എനിക്ക് പിന്നെ ഒന്നിനും ഒരു ഇതും ഇല്ല. ഭാഗ്യം, മലയാളം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകാം എന്ന് വിചാരിക്കുന്നു. വായനാശീലം ഒട്ടും ഇല്ല, പണ്ടേ ഇല്ല. ബുക്ക് തുറക്കണമെന്ന് ഇഷ്ടമേ ഇല്ല, ബുക്ക് തുറക്കുന്നതേ ഇഷ്ടമല്ല. അതാണ് എൻ്റെ കാര്യം. വേറെ എന്ത് പണി പറഞ്ഞാലും ചെയ്യും. ഞാറ് നടാനോ കൊയ്യാനോ അതൊന്നും എനിക്ക് അറിയില്ല, എന്നാലും പറയാം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതിനൊക്കെ ഞാൻ റെഡിയായിട്ട് നിൽക്കും, പണിയെടുക്കാൻ റെഡിയായിട്ട് നിൽക്കും. കാട്ടുപണിയും വീട്ടുപണി എന്ന് പറഞ്ഞ പോലെ. ബുക്ക് തുറക്കണ കാര്യം പറയുമ്പോഴാണ് അമ്മോ ഇതൊക്കെ എങ്ങനെ ഞാൻ മനസ്സിൽ പഠിച്ചു വെച്ച് പോയി പേപ്പറിൽ എഴുതി. ആൻഡ് ഡു യു മെഡിമിക്സ് സോപ്പ്? അതെ, മെഡിമിക്സ് വല്ലപ്പോഴൊക്കെ. ഓക്കെ. ഇവിടെ സോപ്പ് വാങ്ങിയ 2 ദിവസം 5 പേര് ഒരു ദിവസം 2 നേരം കുളിച്ചാ 10 കുളിയായില്ലേ? 10 പ്രാവശ്യം സോപ്പാ. പിന്നെ എങ്ങനെ ഉണ്ടാവും? ഒരു സോപ്പ് വാങ്ങിയ 2 ദിവസം നിൽക്കുള്ളൂ, 2-3 ദിവസം നിൽക്കും, അത്രയേ ഉള്ളൂ. സൂപ്പറാ. എന്തൊരു മണമാണെന്ന് അറിയാമോ? മുല്ലപ്പൂവിൻ്റെ മണമാണ് അനുഭൂതി. അതല്ലേ? ഓ ശരി. ബാപ്പു മഹാരാജ. ഫോണ് തുറക്കാനാണെങ്കിൽ ഓക്കെ, ബുക്ക് പറ്റില്ല. ഇപ്പോഴല്ലേ അതൊക്കെ, ഞാൻ പണ്ടത്തെ കാര്യം പറഞ്ഞു. ഇപ്പോഴും അതന്നെയാണ്, അപ്പോഴും അതന്നെയാണ്. അപ്പൊ ഫോണൊന്നും ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഫോണ്. ആരാ ഇങ്ങനെ ചിരിക്കുന്നത്? അതെന്താ? സോപ്പ് തേക്കുകയല്ലേ? ഏട്ടാ, രാവിലെ ഒരു കുളി, ഉച്ചയ്ക്ക് ഒരു കുളി, വൈകുന്നേരത്തെ ഒരു കുളി. 2ാമത്തെ മകൻ. 1ാമത്തെ മകൻ ഒരു കുളിയേ ഉള്ളൂ കേട്ടോ. 1ാമത്തെ ഭാഗ്യം, അവ ഒരു കുളിയേ കുളിക്കുള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റിലെ കുട്ടി രാവിലെ ഒരു കുളി, ഉച്ചയ്ക്ക് ഒരു കുളി, പിന്നെ ഇടയിലൊരു കുളി. ഇവൻ കുളിക്കുമ്പോ അവനും കേറും. 2ാമത്തെ കുട്ടി കുളിക്കുമ്പോ അവനും കേറും കുളിക്കാൻ. അവൻ കുളിച്ച് ചന്ദന കുറിക്കിട്ട് നിൽക്കുന്നുണ്ടാവും. ഞാൻ കുളിക്കട്ടെ പറഞ്ഞ ഇവനും ആദ്യം ഉള്ളിൽ കയറും, ഇവനും കയറും, 2 പേരും കൂടി കുളിക്കും. അങ്ങനെ കുളികൾ അപ്പൊ ഇവിടെ ഒരുപാട് നടത്തുന്നു. അതുകൊണ്ട് സോപ്പ് കേൾക്കുന്നില്ല. പാലക്കാട് ചൂടേ ഉള്ളൂ ഏട്ടാ. അവിടെ ഭക്ഷണം കഴിച്ചു ഏട്ടാ? ലിജോട്ടൻ കഴിച്ചോ? എന്താണ് സ്പെഷ്യൽ പറയും? ഹായ്. ഓൺലി അണ്ടർസ്റ്റാൻഡ് സോപ്പ്, നത്തിങ്. സോപ്പിന്റെ പകരം വേറെ എന്താ യൂസ് ചെയ്യാൻ പറ്റാന്ന് നോക്കണം. ചെറുപയർ പൊടിയോ കടലമാവൊക്കെ പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടേ കുറച്ചിങ്ങനെ എടുക്കുക, തേക്കുക. അത് പക്ഷെ എൻ്റെ വന്നിട്ട് സ്കിന്ന് വന്ന് ഡ്രൈ ആണ്. ഡ്രൈ സ്കിന്നിൽ വന്നിട്ട് കടലമാവൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നും കൂടി അത് ഡ്രൈ ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഓയിൽ സ്കിൻ എന്ന് പറയുമ്പോൾ അതിനെന്താണ് ഉപയോഗിക്കേണ്ടത്? അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ എങ്ങനെയാണ്, അങ്ങനെ നോക്കി വേണം നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ. നോക്കണം. എന്തായാലും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. സോപ്പ് തേച്ച് കഴിഞ്ഞാലേ വെള്ളയായിട്ട് കാണും, വെള്ളയായിട്ട് മാവ് മാതിരി. சாப்பிடுங்க மணி. എന്നാല് ഡവ് സോപ്പ് തേക്ക്. ഡ്രൈ സ്കിൻ ഡവ് സോപ്പ് ഇസ് ബെസ്റ്റ്. അതെ അല്ലേ? എനിക്ക് ட்ரை ஸ்கின் இல்லை. என்னோட கமெண்ட் ரெஸ்பான்ஸ் பண்ணல. பாய். ஐயோ நான் பார்க்கலைங்க. 3 குச்சு நெய்யா? மணி என்ன மணி கோவப்படுறீங்க? நான் பார்க்கலைங்க. என்ன சோப்பு தேய்க்கணும்னு தெரியுங்களா? எனக்கு எந்த சோப்பு கரெக்டாக செட் ஆகும் தெரியுங்களா? പിയേഴ്സ് നല്ല പറഞ്ഞിട്ട് സോപ്പില്ലേ, അത് സെറ്റ് ആകുന്നുണ്ട്. ടുഡേ സോപ്പ്
അഡ്വർടൈസ്മെന്റ് മണി സോപ്പ് ഫോർ ഓയിൽ സ്കിൻ കെയർ. അതെ, ഡ്രൈ സ്കിന്നിലെല്ലാം എന്തോ ഒന്ന് എനിക്ക് അത് സോപ്പ് തേക്കുമ്പോൾ ഈ മാവ് പോലെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് നല്ല എന്താ ഗ്ലോ ആയിട്ടുണ്ട്. ഫേസും തന്നെ സോപ്പ് തേച്ചാൽ കുറച്ച് ഗ്ലോ ഉള്ള പോലെ തോന്നും. റാജ് സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. ഇത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് എന്താണ് സോപ്പ് തേക്കേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോപ്പ് മാറ്റി പിടിക്കണം. സെന്തിൽ കുമാർ ഹായ്. അപ്പൊ ഞാൻ പോട്ടെ, എന്നാ വൈകുന്നേരത്ത് വരാട്ടോ ഫ്രണ്ട്സ്. ടാറ്റ, പോകുന്നു. വൈകുന്നേരത്ത് കാണാം. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ. അത് പട്ടിയെ കുളിപ്പിക്കുന്ന സോപ്പല്ലേ? അതാ ഏത് ഏത്? ശരി, എന്നാ ഞാൻ പോകുന്നു. ഡവ് സോപ്പ് ഓൺലി യൂസ് ഡവ്. അതാ, അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇത്ര പറഞ്ഞത്. എൻ്റെ കുട്ടി ഇത് എല്ലാത്തിലും ഉപയോഗിക്കും പറ്റുന്നതാണ്. വെള്ളത്തില് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ? ശരി, നോക്കാം. അപ്പൊ അന്ന് ഞാൻ വാങ്ങിച്ചപ്പോ അങ്ങനെ ഫീൽ ചെയ്തു. ശരി, ഇപ്രാവശ്യം പോകുമ്പോ ഞാനൊരു ചെറിയ സോപ്പ് അങ്ങനത്തെ വാങ്ങിക്കാം. തേച്ച് നോക്കട്ടെ. ഓക്കെ, ടാറ്റ. നേരത്തെ വരണേ. ഓക്കെ ജരനേട്ടാ, വരാട്ടോ. നേരത്തെ വരാം. മിനിച്ചേട്ടാ ടാറ്റ. എന്താ ബായ് എന്ന് പറയുന്നത് മണി? എന്നാ മണി ബായ് എന്നല്ല ചൊല്ലിട്ട് പോറേങ്ങ പ്രകാശൻ. ചേച്ചി സുഖാണോ? സുഖായിരിക്കുന്നു. ഇനി എത്ര ദിവസം കാണും നമ്മൾ? ഞാന് ജീവനോടെ ഇരിക്കുന്നവരിക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. മണികണ്ഠൻ ഹായ്. പ്രകാശ് ഹായ്. ഓക്കെ, സുബ്രഹ്മണ്യൻ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് അടിക്കുക. നമ്മൾ പോയിട്ട് റീൽസ് 2 ചെയ്യട്ടെ. ചെയ്തിട്ടേ ഇല്ല. 12 മണിക്ക് ഡാനിക്കുട്ടി ഇജ്ജ് വരുമോ? സോപ്പ് ഉപയോഗിക്കും. ബ്ലാക്ക് ടീ. ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഓക്കെ ഫ്രണ്ട്സ്, പോകുന്നു. ടാറ്റ. അതൊന്നും പറയാൻ പറ്റില്ല. ഇനി എത്ര ദിവസം കാണും നമ്മൾ? അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പോയിട്ട് വരാൻ നൈറ്റ് പാർക്കിലാണ്. ഓക്കെ. പാലക്കാട്. സുരേഷ് ചേട്ടൻ പാലക്കാടാണോ? ശരി ശരി. ഓക്കെ ഓക്കെ. മെസ്സേജ് നോക്കാതെ മെസ്സേജ് കണ്ടില്ല. ജലദോഷം പിടിച്ചാ അതിൻ്റെ ഉള്ളിൽ ദൈവമേ. വല്ലാത്തൊരു കാര്യമായിപ്പോയി. എവിടെ രാധേട്ടൻ്റെ മെസ്സേജ് എവിടെ? എന്നാൽ ശരി, പറ്റുമെങ്കിൽ രാത്രി ലൈവിൽ കാണാം. പറ്റുമെങ്കിലോ? അതെന്താ അങ്ങനെ പറയുന്നത്? പറ്റില്ലേ? കുട്ടി അനിയത്തി നമസ്കാരം. നമസ്കാരം പറഞ്ഞില്ലേട്ടാ ജയേട്ടാ? നമസ്കാരം. ശരി എന്നാ. ഹായ് ജയേട്ടാ. അനീഷ് ഹായ്. ചേച്ചി മുരളി ഹായ്. ഞാനിങ്ങനെ വെക്കാൻ പോകുമ്പോൾ ബിൻസി ബിനു ഹായ്. ഹായ്. ലവ് യു മുത്തേ. ലവ് യു രാജു അയൻ. കൃഷ്ണഗിരി പ്രൈൻ ഹായ്. എൻ്റെ കുട്ടി ഇതേ നമ്മുടെ സിൽജ കുട്ടിക്ക് നമസ്കാരം പറയൂ. സിൽജ കുട്ടിക്ക് നമസ്കാരം. ഞാൻ തൃശ്ശൂരാണ്. അതെല്ലേ? കോൾ പണ്ണുന്ന മതി, നിർത്തിക്കോ സഞ്ജീവ്. ഓക്കെ. ഉറങ്ങൂല്ലേ കേട്ടോ. 9 തുടങ്ങണം. അതല്ലേ? ഓക്കെ, വരാം ജരനേട്ടാ. മുരളീകൃഷ്ണൻ. ജരനേട്ടൻ എന്താ കഴിച്ചു? കാരണം ചോറ് സ്പെഷ്യൽ എന്താണ്? പ്രവീൺ ഹായ്. കോളനി. മുരളീകൃഷ്ണൻ. ശേഖർ ഹായ്. ഗ്യാസ് വേറെ വീട്ടിൽ തീർന്നിരുന്നു.
കറണ്ടടുപ്പിലാണ് ഫുഡ് ഉണ്ടാക്കിയത്. മുരുക മുരുക മുരുക. ചേച്ചി 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 പറയൂ. സലീഷ് ഏട്ടാ പറയൂ. சாப்பிட்டீங்க ராஜு, நீங்க சாப்பிட்டீங்களா? மெசேஜ் அனுப்பும்போது சரி ரெஸ்பான்ஸ் பண்ணல, அதான் அப்படியே இருக்கிறீங்க. வந்துட்டே இருக்குதுங்களா? இல்லைன்னா ஒரு மெசேஜ் வேறு இருக்கு. ഓക്കെ മണി, പ്ലീസ് ഗിവിങ് യുവർ നമ്പർ. പറമ്പിലെ പണി കഴിഞ്ഞിട്ട് രാത്രിയാണ് മണ്ണ് കൊണ്ടുവരുന്നത്. അതെയല്ലേ? ശരിയാ. പല്ലി. ഓക്കെ, അതുകൊണ്ടാണല്ലേ. അതുകൊണ്ട് ഓക്കെ. എന്താ ജയൻഗോപി ബ്രോ ഫ്രണ്ട്സ് வந்து இருக்காங்க, அவங்களுக்கு ஒரு ஹாய் சொல்லுங்கடாமா. ഹായ് ഹായ്. സ്പെഷ്യൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ഇന്ന് സ്പെഷ്യൽ പറഞ്ഞത്? നോക്കട്ടെ, ആലോചിക്കട്ടെ. എന്താ പറഞ്ഞത് മനസ്സിലായില്ല, അറിഞ്ഞില്ല, ഓർമ്മയില്ല. മണ്ണ. ശരി, അപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങുന്നു. വൈകുന്നേരത്ത് വരാവേ. അശോക് ഹായ്. ദിരു ഹായ്. പുതിയ ഫ്രണ്ട്സ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നത്, അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴാണ് ഹായ് പറയുന്നത്. അപ്പം നിനക്ക് പോലീസ് ബ്രോ സ്റ്റാർട്ടിങ്. ശേഖർ ഹായ്. പളനി ശ്രീനിവാസൻ ഹായ്. എല്ലാവർക്കും ഒന്നപ്പോൾ റെസ്പോൺസ് കൊടുക്കുകയാണ് കേട്ടോ. പുതിയതായിട്ട് ലൈവിൽ വന്നിരിക്കുന്ന കുറേ ഫ്രണ്ട്സുമാരുണ്ട്, വെൽക്കം ചെയ്തിരിക്കുന്നു. എന്താ പാലക്കാട് ലൈവിലേക്ക് സ്വാഗതം. വാങ്ങ നമസ്കാരങ്ങ. ഉമർ ഹായ്. എനിക്കിഷ്ടമായി ചേച്ചിന്. അതെ അല്ലേ? ശേഖർ ഹലോ. ബ്ലോക്ക് ചെയ്യാം പള്ളി. മാഡം ഹായ് മാ. ശേഖർ ഹായ്. ഉമർ ഹായ്. எல்லாருக்கும் சுகமானோ? எப்படி இருக்குங்க தமிழ் ஃப்ரெண்ட்ஸ், கேரளா ஃப்ரெண்ட்ஸ் எல்லாருக்கும் எப்படி இருக்கிறாங்க? சாப்பிட்டீங்களா? സോറി ഹായ് നോ. ശരി, എന്നാൽ ഞാൻ പോകുന്നു ഫ്രണ്ട്സ്. വൈകുന്നേരത്ത് കാണാവേ. സെറ്റാ. എത്ര സമയമായി? കൂടെ സമയമായി.